PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, 4th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് എടുക്കുന്നത്. രണ്ടാം കൃതിയിലുള്ള സമവാക്യങ്ങൾ. അതിലെ പേജ് നമ്പർ 86 മൂന്നാമത്തെ കണക്ക് കേട്ടോ. പേജ് നമ്പർ 86 മൂന്നാമത്തെ കണക്കാണ് ഇനി എടുക്കുന്നത്. ഒക്കെ ചോദ്യം വായിക്കാം. How many terms of an arithmetic sequence 5, 7, 9 must be added to get 140? 140 കിട്ടാനായിട്ട് എന്താ ചെയ്യുന്നത്? മലയാളം മീഡിയത്തിന്റെ ചോദ്യം വായിക്കാം. മലയാള മീഡിയത്തിന്റെ ആ ചോദ്യം ഇല്ല കേട്ടോ. അതിന്റെ ടെക്സ്റ്റ് പഴയ ടെക്സ്റ്റ് ആണ്. അതിന് മലയാള മീഡിയത്തിന്റെ ഈ ചോദ്യം ഇല്ല, ഈ ടെക്സ്റ്റിലേ ഉള്ളൂ. അപ്പൊ നോക്കാൻ ഞാൻ പറഞ്ഞുതരാം മലയാള മീഡിയത്തിന്. ഹൗ മെനി ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5, 7, 9. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മലയാള മീഡിയത്തിന്റെ ടെക്സ്റ്റിൽ ഉണ്ടാവും കേട്ടോ. എന്റെ കയ്യിൽ പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് അതിൽ ആ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ നോക്കാൻ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 5, 7, 9 ഇതാണ് നമ്മുടെ സീക്വൻസ്. എന്നിട്ട് 5, 7, 9 എന്ന് പറഞ്ഞ സീക്വൻസില് must be added to get 140. 140 കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 140 കിട്ടാനായിട്ട് 140. ഇതിൽ കുറച്ച് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഇത് എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് തന്നിട്ടില്ല. ഈ ടേമിന് സമ്മ കാണാനുള്ള ഫോർമുല നമുക്ക് കിട്ടണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അരിത്തമെറ്റിക് സീക്വൻസിലെ സമ്മ കാണാനുള്ള ഫോർമുല എന്താണ്? Sn is equal to സമ്മ കാണാനുള്ള ഫോർമുല n/2 into first term plus last term അല്ലെ? n/2 into first term plus last term. അതില് എത്ര പദങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. നമ്മളോട് എന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ടേംസ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. എന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഹൗ മെനി ടേംസ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ എന്ന് നമുക്ക് അറിയില്ല. x1 നമുക്കറിയാം എത്രയാണെന്ന്. x1 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഫസ്റ്റ് ടേം നമുക്കറിയാം 5 ആണെന്ന്. ഇനി xn കണ്ടുപിടിക്കണം അല്ലെ? xn കൂടി കിട്ടിയാൽ നമുക്ക് സുഖമാണ് ഇതില് കണ്ടുപിടിക്കാൻ, n കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ xn കണ്ടുപിടിക്കണം. xn കണ്ടുപിടിക്കാനും നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. xn is equal to എന്താ? ഞാൻ പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ ഫോർമുലകൾ അതൊക്കെ എഴുതി വെക്കേണ്ട ഫോർമുലാസ് ഓരോ ചാപ്റ്ററിന്റെയും വന്നിരിക്കുന്നത്. അപ്പൊ Sn is equal to സമ്മ് കാണാനുള്ള ഫോർമുല എല്ലാവരും എഴുതി വെക്കണം. n/2 into first term plus last term ആണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചത് തന്നെയാ. ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ചതാ. സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി xn കാണാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞെന്താണ്? dn പ്ലസ് f മൈനസ് d ചെയ്തത് അല്ലെ? കുറെ കണക്കുകള് ആ പാഠത്തിൽ നമ്മൾ കുറെ കണക്കുകൾ കണ്ടുപിടിച്ചിരുന്നു. xn കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ആ പാഠത്തിൽ ഒന്നും കൂടി പോയി നോക്കുക. അതല്ലെങ്കിൽ ഫോർമുല പഠിച്ചാൽ മതി, നമുക്ക് കിട്ടും. xn is equal to എന്താണ്? dn പ്ലസ് f മൈനസ് d ആണ്. അപ്പോ d എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്ന അളവുകളൊക്കെ ഒന്ന് എഴുതി വെക്കും. d എത്രയാ? 7 മൈനസ് 5. d കോമൺ ഡിഫറൻസ് d കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 7ൽ നിന്ന് 5 കുറയ്ക്കണം. 7 മൈനസ് 5 എത്രയാ? 2 അല്ലേ? പിന്നെ നമുക്ക് എഫ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? എഫ് എന്ന് പറഞ്ഞാൽ x1 ആണ്. പിന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ നമ്മൾ xn കണ്ടുപിടിച്ചത് xn is equal to dn. d എത്രയാ? 2n പ്ലസ് f മൈനസ് d. f എന്ന് പറഞ്ഞാൽ എത്രയാ? 5 മൈനസ് 2. 5 മൈനസ് 2 എത്രയാ? 5 മൈനസ് 2 3 ആണ്. അപ്പൊ xn നമുക്ക് കിട്ടി 2n പ്ലസ് 3. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. എന്തൊക്കെ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നോക്കി. ഇനി നമ്മൾ സമ്മ് കാണാൻ പോവാണ് കേട്ടോ. ഇക്വേഷൻ നമുക്ക് കിട്ടി. ആദ്യത്തെ ടേം തന്നിട്ടുണ്ട്. d നമ്മൾ കണ്ടുപിടിച്ചു. xn നമ്മൾ കണ്ടുപിടിച്ചു. xn ഏത് ഫോർമുല വെച്ചിട്ടാണ് നോക്ക്. xn ന്റെ ഫോർമുല എല്ലാവരും എഴുതി വെക്കാം. xn is equal to, കാരണം കുറെ കണക്കുകൾ ഇങ്ങനത്തെ വരുന്നുണ്ട് കേട്ടോ. ഇതേ സെയിം പാറ്റേണിൽ തന്നെ. അതുകൊണ്ട് xn കണ്ടുപിടിക്കാൻ എല്ലാവർക്കും ഫോർമുല കിട്ടണം. dn പ്ലസ് f മൈനസ് d ആണ്. അപ്പൊ അതിൽ നിന്ന് xn is equal to 2n പ്ലസ് 3 കിട്ടിയല്ലോ. ഇനി നമ്മുടെ ഇതിലേക്ക് Sn സമ്മാണ് കാണുന്നത് കേട്ടോ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കാം. സമ്മ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തുക 140 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ശ്രേണിയില് 5 തുടങ്ങി xn വരെയുള്ള സംഖ്യയുടെ തുക 140.
അപ്പൊ നമുക്ക് തുക കാണാനുള്ള ഫോർമുല എഴുതാം. Sn is equal to n/2 തന്നിട്ടില്ല. n തന്നിട്ടുണ്ടോ? ഇല്ല. by 2 into x1 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് x1? 5 ആണ്. പ്ലസ് xn നമ്മളിപ്പോ കണ്ടുപിടിച്ചു. എത്രയാണ്? 2n plus 3 തന്നിരിക്കുന്നത്. ഒന്ന് എഴുതുന്നു, അത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് ഫോർമുല നമുക്ക് കിട്ടണം. Sn is equal to n/2 into 5 plus 2n plus 3 ആണ്. കിട്ടിയല്ലേ? ഇനി n/2 into 5 plus ഇത് ഉള്ളിലത്തെ നമ്മൾ ആദ്യം കൂട്ടാൻ പറ്റുന്നത് കൂട്ടാം. 5 plus 3 എത്രയാ? 8 അല്ലേ? 5 plus 3 നമുക്ക് കിട്ടും 8 plus 2 n അല്ലേ? ഇനി അതിനൊന്ന് എടുത്ത് എഴുതാൻ നോക്കി. n/2 into എത്രയാണ് ഇപ്പൊ കിട്ടുന്നത്? 8 plus 2 n ആണ് ഉള്ളത്. ഇനി ഇസിക്കൽ ടു നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇസിക്കൽ ടു എത്രയാണെന്ന്? 140. ഇത് നമുക്ക് കിട്ടി 140. ഇനി നമ്മൾ ഇവിടെ ഫോർമുലയിലേക്ക് എത്തിക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യണം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വരണമെങ്കിൽ സ്ക്വയർ ഇട്ടുള്ള വരണം അല്ലെ? ആദ്യം തന്നെ ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോവാ. 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താവും? ഡിവിഷൻ ആവും അല്ലെ? n/2 ഇൻറ്റു ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 8 ഇൻറ്റു n എത്രയാ? n/2 ഇൻറ്റു 2 ഇതിന് ഇൻറ്റു ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാലും മതി. n/2 ഇൻറ്റു 8 എത്രയാ? ഇൻറ്റു 8. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു സ്റ്റെപ്പ് എഴുതേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ശരിക്കും വെട്ടിക്കളയാൻ. പക്ഷെ നിങ്ങൾ ശരിക്കും പ്ലസിന്റെ ഉള്ളിൽ വെട്ടാൻ പറ്റില്ല. പിന്നെ ഓരോന്നിനും എടുക്കണം. n/2 ഇതുകൊണ്ട് ഇൻറ്റു ചെയ്തു. n/2 ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാം. n/2 ഇൻറ്റു 2n. n/2 8 കൊണ്ട് ഇൻറ്റു ചെയ്യാം. പ്ലസ് n/2 2n കൊണ്ട് ഇൻറ്റു ചെയ്യാം. നിങ്ങൾക്ക് വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളയാം. ഇവിടെ വെട്ടിക്കളഞ്ഞില്ലേ? 4. ഇവിടെ ഇത് വെട്ടിക്കളഞ്ഞില്ലേ? അപ്പൊ എത്ര കിട്ടി നമുക്ക്? n ഇൻറ്റു 4 4n പ്ലസ് n ഇൻറ്റു n n സ്ക്വയർ ഈസ് ഈക്വൽ ടു 140. ഇപ്പൊ നമ്മൾ ഇക്വേഷനിലേക്ക് എത്തി. ഇക്വേഷനിലേക്ക് നമുക്ക് എത്തി. ഇനി ഞാൻ എന്താ പറയുന്നത്? സ്ക്വയർ ആദ്യം എടുത്ത് എഴുതണം. 4n സ്ക്വയർ പ്ലസ് 4n പ്ലസ് n സ്ക്വയർ ആദ്യം എഴുതാം. n സ്ക്വയർ ആദ്യം എടുത്ത് എഴുതാം. എക്സ്പോണന്റ് 2 ഉള്ളത്, കൃതി 2 ആയിട്ടുള്ളത് ആദ്യം എഴുതണം. അപ്പൊ നമ്മൾ എഴുതി n സ്ക്വയർ പ്ലസ് 4n ഈസ് ഈക്വൽ ടു 140. ഇക്വേഷൻ ഇവിടെ വരെ കിട്ടി. എല്ലാവർക്കും മനസ്സിലായോ? ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മള് ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ പ്ലസ് 4n ഈസ് ഈക്വൽ ടു 140. ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആണ്. വർഗം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ബി കണ്ടുപിടിക്കണം. ബി തന്നിരിക്കുന്ന നേരത്തേക്ക് നമുക്ക് 1 കൂട്ട് 9 കൂട്ട് എന്നൊക്കെ വരുമ്പോൾ അവർ ബി തന്നിരുന്നു. പക്ഷെ ബി തരാത്തതിന് നമ്മൾ ബി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് 2ab അല്ലെ? 2ab ഈസ് ഈക്വൽ ടു 4n ആണ്. അതില് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നല്ലേ? എയും എന്നും സെയിം ആണ്. അപ്പൊ 2b ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ b ഈസ് ഈക്വൽ ടു എത്രയാണ്? 4/2 2 കിട്ടി ഇല്ലേ? ഇത് 2 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 2ന്റെ സ്ക്വയർ. ഇവിടെ 2ന്റെ സ്ക്വയർ കൂട്ടിയാൽ അപ്പുറത്ത് 2ന്റെ സ്ക്വയർ കൂട്ടണം. 2ന്റെ സ്ക്വയർ എത്രയാ? 4. ഇനി ഒന്ന് ഫോർമുല സെറ്റ് ചെയ്താം. n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 2ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 144. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പൊ a പ്ലസ് b എഴുതി കൂടെ. a എന്ന് പറഞ്ഞാൽ n, b എന്ന് പറഞ്ഞാൽ 2 ഈസ് ഈക്വൽ ടു ആണ് 144. 144ന്റെ റൂട്ട് എല്ലാവർക്കും അറിയാം. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എത്രയാ? 12 ആണ്. അപ്പോ n പ്ലസ് 2 ഈസ് ഈക്വൽ ടു 144. n പ്ലസ് 2 144 ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു എന്താണ്? ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകും. പ്ലസ് 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താവും? മൈനസ് 2 ആവും അല്ലെ? അപ്പൊ 144 മൈനസ് 2 എത്ര കിട്ടി? 142. നമ്മുടെ ഫൈനൽ ആൻസർ ആണ് എന്ന്. എന്നാണ് ചോദിച്ചിരിക്കണേ? എത്ര എണ്ണം നമ്പർ എഴുതാ. നമ്പർ എത്ര കിട്ടി? 142. കിട്ടിയില്ലേ എല്ലാവർക്കും? ഇക്വേഷൻ ചെയ്ത് അടുത്ത ചോദ്യം 4th ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം എല്ലാവരും വായിച്ചു നോക്കാം. ചോദ്യം എഴുതാം.
ചോദ്യം എല്ലാവരും എഴുതിയിട്ട് കണക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നാളേക്ക് കാണിച്ചു തരുന്ന സമയത്ത് ചോദ്യം എഴുതിയിട്ടുണ്ടാവുന്ന സ്ഥലം വിടരുത്. ചോദ്യം ശരിക്കും പറഞ്ഞ് എഴുതുക വെച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 16 added to the sum of the first few terms of an arithmetic sequence 9, 11, 13 gives ഇതേ സെയിം കണക്കല്ലേ കേട്ടോ. നിങ്ങൾ ഇവിടെ വെച്ചാൽ കഴിഞ്ഞാൽ ഹോംവർക്ക് തന്നേനെ. ഇതിപ്പോ എന്തായാലും നിങ്ങൾ ചെയ്യണം. 9, 11, 13 സെയിം കണക്ക് അതേ പാറ്റേൺ നമ്മൾ ഒരേ നേരത്തെ ചോദ്യം തന്നെ. 16 ആണ് added to the sum of the first few terms of an arithmetic sequence 9, 11, 13. അതിന്റെ gives 256 ആണ്. How many terms are added? എത്ര terms നമുക്ക് ആഡ് ചെയ്യണം എന്ന് ആ ചോദ്യത്തിലുണ്ട്. മലയാളത്തില് 9, 11, 13 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയും 16 കൂടി കൂട്ടിയപ്പോൾ 256 കിട്ടിയെന്ന്. എങ്കിൽ പദങ്ങൾ എത്രയാണ്? 16 added to the sum of the first few terms. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 256 ആണ് സം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? TN XN കണ്ടുപിടിക്കണ്ടേ? ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ XN ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇതിന്റെ സം ആണ് 256. 256 തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നോക്കിക്കോ, നമുക്ക് ഇത്രയാണ് ചോദ്യം തന്നിട്ടുള്ളത്. 9, 11, 13 ഈ ശ്രേണി ഈ സീക്വൻസില് XN എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് അറിയില്ല. ഇങ്ങനെയുള്ള ഈ XN-ഉം ഇതും കൂടി കൂട്ടിയാൽ സം കാണാനുള്ള ഫോർമുല എന്താ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത SN is equal to എന്താണ്? n/2 into first term plus last term. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് XN ആണ്. XN കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ തന്നിരുന്നു dn plus f minus d അല്ലെ? dn d എത്രയാ കണ്ടുപിടിച്ച? d എത്രയാണ്? 11 minus 9 എത്ര കിട്ടി? 2 കിട്ടി. അപ്പൊ 2n അല്ലെ? എല്ലാം നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. എഫ് ഡി ഒക്കെ എഴുതി വെക്കാം. ഡി സിക്കട്ട് എത്ര കിട്ടി? 2 ആണ്. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ 2n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എത്രയാ? 9 മൈനസ് ഡി 2 ആണ്. 9 മൈനസ് 2 എത്രയാ? 2n പ്ലസ് 7. അപ്പൊ നമുക്ക് XN കിട്ടി 2n പ്ലസ് 7. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് കിട്ടി കഴിഞ്ഞു. XN is equal to 2n plus 7. അതിന് സിംഗിൾ ലൈനാ വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഒരു ഉത്തരം നമുക്ക് കിട്ടി, പക്ഷെ ഫൈനൽ ആൻസർ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ലൈൻ വരച്ചിരിക്കാം. അപ്പൊ നമുക്ക് അത് കിട്ടി കഴിഞ്ഞു. ഇനി നമ്മുടെ SN-ലേക്ക് നമുക്ക് എഴുതാം അല്ലെ? SN സമ്മ കാണാനുള്ള ഫോർമുല SN is equal to n/2. n തന്നിട്ടില്ല. by 2 ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എത്രയാണ്? 9 പ്ലസ് XN. XN എത്രയാ തന്നിരിക്കുന്നത്? എഴുതാം. XN X1 എന്ന് പറഞ്ഞാൽ 9 ആണ്. XN എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2n പ്ലസ് 7 ആണ്. കിട്ടിയോ? അപ്പോ ഇനി ഇക്വേഷൻ എത്ര കിട്ടുന്നെങ്കിൽ n/2 ഇൻറ്റു 9 പ്ലസ് 7 കൂട്ടാൻ പറ്റും അല്ലെ? 9 പ്ലസ് 7 എത്രയാ? 16 പ്ലസ് 2n. ഇത് നമുക്ക് ഓരോന്നും ഇൻറ്റു ചെയ്യണം. n/2നെ 16 കൊണ്ട് ഇൻറ്റു ചെയ്യണം. n/2നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഇതിന് രണ്ടിലും ഇത് ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ 2 പുറത്തെടുക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം n/2 ഇൻറ്റു 2 പുറത്തെടുക്കാം. 2 പുറത്തെടുക്കുമ്പോ 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര കിട്ടി? 8 അല്ലേ? ഇനി പ്ലസ് 2n. 2n-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്രയാണ്? n ആണ്. ഈ രണ്ടും വെട്ടിപ്പോയി. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചെയ്തത് ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്തു, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്തു. ഇപ്പൊ നമ്മൾ 2 പുറത്തെടുത്തു. 2 രീതി കാണിച്ചു തന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. ഏത് രീതി വേണമെങ്കിൽ ചെയ്യാം. 2 പുറത്തെടുക്കാം. 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ വെട്ടിക്കളയാം. അല്ലാണ്ട് ഇവിടെ ഈ 2നെ 16 കൊണ്ട് വെട്ടാൻ പറ്റില്ല കേട്ടോ. ഈ 2നെ 16 2 ഇങ്ങനെ വെട്ടാൻ പറ്റില്ല. ഇവിടുന്ന് കോമൺ ആയിട്ട് 2 പുറത്തെടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓരോന്നിനെ എടുത്തിട്ട് വെട്ടിക്കളയണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നത്. ഇപ്പൊ ഞാൻ 2 പുറത്തെടുത്തിട്ട് കാണിച്ചു തന്നു. അപ്പോ കിട്ടി n ഇൻറ്റു 8 എത്രയാ? 8 into n 8n plus n into n square is equal to ആണ്. എത്ര പറയുന്നത്? 256 ആണ്. ഇനി ഇക്വേഷൻ നമ്മൾ ശരിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു? ഇങ്ങോട്ട് കൊണ്ടുവരിക. ആദ്യം n സ്ക്വയർ എഴുതാം. n സ്ക്വയർ പ്ലസ് 8n
ഈസിക്കൽ ടു ആണ് 256. ഇവിടെ കൂട്ടണം. ഏത് കൂട്ടണം? ബി കണ്ടുപിടിക്കണം. ബി എത്രയാ? ബി നമുക്ക് അറിയാം ഇല്ലേ? എത്രയാ ബി എന്ന് പറയുന്നത്? 8n ആണ്. 2ab എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8n. അതിന് n എന്ന് പറയുന്നതാണ് 2b 8 ആണെങ്കിൽ b ഈക്വൽ ടു എത്രയാണ്? 8/2 4 അപ്പൊ 4ന്റെ സ്ക്വയർ 16 ആണ് ഇവിടെ കൂട്ടേണ്ടത്. അപ്പൊ ഇവിടെയും നമ്മൾ എത്ര കൂട്ടണം? 16 കൂട്ടണം. കൂട്ടിക്കൂടെ? ഇവിടെയും നമ്മൾ 16 കൂട്ടാം. ഇനി ഇവിടെ a പ്ലസ് ബി ഓൾ സ്ക്വയർ അപ്പൊ എത്രയാണ്? n പ്ലസ് ഇത് 16 എന്ന് പറയുമ്പോ 4ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ എത്ര എഴുതാം? n പ്ലസ് 4 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 256ന്റെ കൂടെ പ്ലസ് 16. 256 എന്താണ്? 256ന്റെ കൂടെ 6 കൂട്ടി 6 പ്ലസ് 6 എത്രയാ? 12. ബാക്കി 1 5 6 7 272. n പ്ലസ് 4 സ്ക്വയർ ആണ് 272. ഇനി നമ്മൾ അതിന്റെ റൂട്ട് കാണാം. 272 കിട്ടി അല്ലെ? n പ്ലസ് 4 ഈസ് ഈക്വൽ ടു n പ്ലസ് 4ന്റെ സ്ക്വയർ ആണ് 272. then n പ്ലസ് 4 ഈസ് ഈക്വൽ ടു 272ന്റെ റൂട്ട് കാണാം. എത്രയാണ് റൂട്ട്? ചെയ്ത് നോക്കാവുന്നില്ലേ? ഫാക്ടറൈസേഷൻ മെത്തേഡ് 272 പോയില്ലേ? അപ്പൊ എത്രയാ? 1 ഇവിടെ 3 ഇവിടെ എത്ര കിട്ടുന്നത്? 2 1 ആണ് 131. അപ്പൊ നമുക്ക് പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കാം. 272ന്റെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്ത് നോക്കേണ്ടത്? ഇവിടെ ഫസ്റ്റ് ടേം നോക്കാം. പോവോ നോക്കാട്ടെ. നമുക്ക് 272ന്റെ നമ്പർ ഉണ്ടോ നോക്ക്. 272 നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണ്ട. അപ്പൊ ഇതെത്രയോ? 1 വേണ്ടത് അല്ലേ? ഇനി 2 അവസാനം പറഞ്ഞ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. ഉണ്ടോ വർഗങ്ങള്? ഇല്ല. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്താൽ മതിയെങ്കില് റൂട്ട് 272. then n ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഈ പ്ലസ് 4 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? -4 കിട്ടുന്നത്. -4 കിട്ടുന്നത് നമുക്ക് 272 അല്ല കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ 272ന്റെ റൂട്ട് കിട്ടാണ്ടായപ്പോഴാണ് നോക്കിയത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 16 ആഡഡ് ടു ദ സം ഓഫ് ദ ഫസ്റ്റ് ഫ്യൂ ടേംസ് ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് 16 ഈ സമ്മ് നമ്മൾ ഇത്രയും വരെ കിട്ടിയില്ലേ? നമുക്ക് n² പ്ലസ് 8n വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതെല്ലാം കിട്ടിയതല്ലേ? അതിന്റെ കൂടെ 16 ആഡ് ചെയ്യാൻ അവര് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പുറത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്തിരി മിസ്റ്റേക്ക് പറ്റാൻ കാരണം നമ്മൾ ഇവിടെ ഈ ബി കണ്ടുപിടിച്ചത് 8n കണ്ടുപിടിച്ചു. അപ്പൊ ഇത് 16 ആണ്. 4ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൂട്ടിയത്. പക്ഷെ ഇവിടെ ഈ കണക്കിൽ അത് കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ചോദ്യത്തിൽ അവർ തന്നിട്ടുണ്ട് ഈ സമ്മിന്റെ കൂടെ 16. മനസ്സിലായില്ല മിസ്റ്റേക്ക്? നമുക്ക് തെറ്റ് പറ്റിയതാണ്. അപ്പൊ ഇത് നോക്കാം. ഇവിടെ 16 ഇവിടെ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിനെ കാണാം. n² n പ്ലസ് ബി സ്ക്വയർ എത്രയാണ്? 16 ആണെങ്കിൽ ബി 4 ആണ്. n പ്ലസ് 4 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 256 ആണ്. ഇപ്പത്തെ 16 കൂട്ടേണ്ട കാരണം അവർ തന്നിട്ടുണ്ട്. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 16 കൂട്ടാനായിട്ട്. അപ്പൊ 16 കൂട്ടി. അപ്പൊ n പ്ലസ് 4 ഈസ് ഈക്വൽ ടു 256 നമുക്കറിയാം റൂട്ട് ഉണ്ട്. എത്രയാണ്? 16 ആണ്. 256ന്റെ റൂട്ട് 16 ആണ്. അപ്പൊ n പ്ലസ് 4 16 ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? n പ്ലസ് 4 16. സോ n ഈസ് ഈക്വൽ ടു ഈ 4നെ അങ്ങോട്ട് കൊണ്ടുപോവാ. 16 മൈനസ് 4. 16ന്ന് 4 മൈനസ് ചെയ്താൽ n എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? എന്നാണ് ചോദിച്ചിരിക്കണേ? എത്ര പദങ്ങൾ ഉണ്ടെന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എഴുതണ നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു 8 കേട്ടോ. നമ്പർ ഓഫ് ടേംസ് 8 ആണ്. അപ്പൊ നമ്മൾ ഈ കണക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കണക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ.